إن الحمد لله نحمده ونستعينه ونستهديه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين صلوات الله وسلامه عليه وعلى آله وصحبه ومن اهتدى بهديه واستنى بسنته إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوة والأخوات أوصيكم عباد الله وإياي بتقوى الله وأحثكم على طاعته وأحذركم من مخالفته وعصيان أمره وأستفتح بالذي هو خير. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്കും നിരോധങ്ങൾക്കും വിധേയരായി മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുസ്ലിങ്ങൾ പരസ്പരം പാലിക്കേണ്ട കടമകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 1-2 ഖുത്ബകളിൽ നാം സംസാരിച്ചത്. ഇമാം മുസ്ലിം റഹിമഹുല്ല തന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി വഇദാ ദഅാക ഫഅജിബുഹു വഇദാ ഇസ്തൻസഹക ഫൻസഹ് ലഹു വഇദാ അതസ ഫഹമിദല്ലാഹ ഫശമ്മിത്ഹു വഇദാ മരിദ ഫഉദ്ഹു വഇദാ മാത ഫത്തബിഉഹു. ഈ ഹദീസിൽ പറയപ്പെട്ട 6 കടമകളിൽ 2 കടമകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 2 ഖുത്ബകളിലായി നാം വിശദീകരിച്ചത്. അതിൽ 3ാമത്തെ കടമയായ വൈദസ്തൻസഹക ഫൻസഹ് ലഹു, അവൻ വല്ല ഉപദേശവും തേടിയാൽ അവന് നീ സതുപദേശം നൽകുക, നല്ല ഉപദേശം നൽകുക എന്നതാണ് 3ാമത്തെ കടമ. ഈ ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥം നാം പരിശോധിക്കുമ്പോൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ഉപദേശം തേടിയാൽ ഉപദേശം നൽകണം എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാകൂ. അപ്പോൾ ഉപദേശം തേടിയില്ലെങ്കിലോ നാം ഉപദേശം നൽകണ്ടേ? അവനെ നേർവഴിക്ക് നടത്തണ്ടേ? വേണം. ഉപദേശം തേടിയാലും തേടിയില്ലെങ്കിലും ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അവന്റെ സഹോദരനായ മുസ്ലിമിനെ ഉപദേശിക്കൽ.
അവന് ഉപദേശം നൽകൽ, സതുപദേശം നൽകൽ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ പണ്ഡിതന്മാരെല്ലാം അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തന്നെയുമല്ല, തമീമുദ്ദാരിയിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടതും ഇമാം മുസ്ലിം റഹിമഹുല്ല തന്റെ സ്വഹീഹിൽ 1-ാം വാള്യത്തിൽ 55-ാം നമ്പറായി ഉദ്ധരിച്ചതുമായ ഒരു ഹദീസിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നതും കാണാം. وعن تميم الداري رضي الله عنه قال أن النبي صلى الله عليه وسلم قال الدين النصيحة قلنا يا رسول الله لمن قال لله ولكتابه ولرسوله ولأئمة المسلمين وعامتهم. തമീമുദ്ദാരിയിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട ഹദീസ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ, ദീൻ എന്നാൽ മതം എന്നാൽ അന്നസീഹ, അത് ഗുണകാംക്ഷയാണ്, നസീഹത്താണ്. കുൽന, സഹാബത്ത് പറയാ, കുൽന ഞങ്ങൾ ചോദിച്ചു, ലിമൻ ആർക്കാണ് നബിയെ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി, അല്ലാഹുവിനാണ് നസീഹത്ത്. എങ്ങനെയാണ് അല്ലാഹുവിനുള്ള നസീഹത്ത് എന്ന് പറയും. ഒരു കിതാബിഹി, അവന്റെ കിതാബായ ഖുർആനിനാണ്. ഒരു റസൂലിഹി, അവന്റെ പ്രവാചകനുമാണ്. ഒരു അയിമ്മത്തിൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ ഭരണാധികാരികൾക്കുമാണ്. വആമ്മത്തിഹിം, അവരിലെ പൊതുജനങ്ങൾക്കുമാണ്. അപ്പൊ ആർക്കൊക്കെയാണ് നസീഹത്ത്? ഒന്നാമതായി അള്ളാഹുവിന്, രണ്ടാമതായി അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ ഷരീഫിന്, മൂന്നാമതായി അവന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, നാലാമതായി മുസ്ലിങ്ങളുടെ ഭരണാധികാരികൾക്ക്, അഞ്ചാമതും അവസാനവുമായി മുസ്ലിങ്ങളിലെ സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക്. അള്ളാഹുവിനോടുള്ള നസീഹത്ത് എന്താണ്? അതാദ്യം നാം പരിശോധിക്കണം. അള്ളാഹുവിനോടുള്ള നസീഹത്ത് തൗഹീദ്, ഇഖ്ലാസ്, അതായത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനുള്ള ഇബാദത്തിൽ ആരെയും പങ്കാളികളാക്കാതിരിക്കുക, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും നിരോധങ്ങൾക്കും വിധേയരായി ജീവിക്കുക. ഇത്തരം കാര്യങ്ങളാണ്. ഇത് ചുരുക്കത്തിൽ പറഞ്ഞതാണ്. അതിനോടനുബന്ധിച്ച കാര്യങ്ങളെല്ലാം അങ്ങനെ പോലും. ഇനി രണ്ടാമതായി അള്ളാഹുവിന്റെ കിതാബിനോടുള്ള നസീഹത്ത്. അള്ളാഹുവിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ, നമ്മുടെ ഒന്നാമത്തെ പ്രമാണം. ആ ഖുർആനോടുള്ള നസീഹത്ത് എന്താണ്? ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുക, അത് സൃഷ്ടിയല്ലെന്ന്, മഖ്ലൂഖല്ലെന്ന് വിശ്വസിക്കുക. ഖുർആൻ മഖ്ലൂഖാണ് എന്ന് വാദമുള്ള ചില ആളുകളുണ്ട്, ചില പിഴച്ച കക്ഷികളുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഖുർആൻ വമൽ ഖുർആനു മഖ്ലൂഖൻ തആല കലാമുർ റബ്ബി അൻ ജിൻസിൽ മഖാലി എന്നാണ്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, എന്നാലോ അള്ളാഹുവിന്റെ ആ സംസാരം അത് മറ്റുള്ള സംസാരങ്ങളുമായി സാമ്യമുള്ളതല്ല, അതിനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് അള്ളാഹുവിന്റെ സംസാരമാണ്, അത് മഖ്ലൂഖല്ല. നാം മുസഹഫിൽ കാണുന്ന ആ എഴുത്തും അതിൻ്റെ ആ ലിപി, അതൊക്കെ ഒരു പക്ഷേ കാണുന്നത്, നമ്മൾ ഓതുമ്പോൾ നമ്മൾ പറയുന്നത് അതൊക്കെ നമ്മുടെ വായിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ അതിൻ്റെ അസ്ല് അത് അള്ളാഹുവിൻ്റെ സംസാരമാണ്, അത് സൃഷ്ടിയല്ല.
അള്ളാഹുവിന്റെ കലാം എന്ന് പറയുന്ന സിഫത്തുണ്ട്, വിശേഷണം, അള്ളാഹുവിന്റെ സിഫത്ത്. ആ സിഫത്താണത്, അത് സൃഷ്ടിയല്ല എന്ന് നാം വിശ്വസിക്കുക. അതേ പ്രകാരം ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. ഖുർആനിലെ ആജ്ഞകളും നിരോധങ്ങളും അനുസരിച്ച് ജീവിക്കുക. അതിൽ നിർദ്ദേശിക്കപ്പെട്ട പരിധികൾ ലംഘിക്കാതിരിക്കുക, അതിർത്തികൾ ലംഘിക്കാതിരിക്കുക. അവിടെ നിർത്താൻ പറഞ്ഞു കൊടുത്തു. തിൽക ഹുദൂദുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ അതിർത്തികളാണ്. ഫലാ തഅ്തദൂഹാ, അതിനെ നിങ്ങൾ മറികടക്കരുത്, ലംഘിക്കരുത്, അതിന്റെ അപ്പുറം നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ നിൽക്കണം. അതാണ് ഖുർആനിനോടുള്ള നസീഹത്ത്. അതേ പ്രകാരം ഖുർആൻ അന്ത്യനാൾ വരെ നിലനിൽക്കുന്നതാണ്. എല്ലാ അള്ളാഹു ഇറക്കിയ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്, തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ പോലത്തെ ഗ്രന്ഥങ്ങൾ. അതെല്ലാം ആ പ്രവാചകന്മാരുടെ കാലത്തോടുകൂടി അത് ദുർബലപ്പെട്ടു പോയി. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല, അത് അന്ത്യനാൾ വരെ നിലനിൽക്കും. മാത്രമല്ല അത് എല്ലാ കാലത്തിനും എല്ലാ ദേശത്തിനും പ്രായോഗികമായതാണ്, പ്രസക്തമായതുമാണ്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം. അതാണ് അള്ളാഹുവിന്റെ കിതാബിനോടുള്ള വിശ്വാസം. ഇനി വലിയ റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള നസീഹത്ത്. എന്താണ് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഗുണകാംക്ഷ? അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വിശ്വസിക്കുക. എല്ലാ അമലുകളും എല്ലാ കർമ്മങ്ങളും പ്രവാചകനിൽ നിന്നുള്ള മാതൃകയനുസരിച്ച് ചെയ്യുക. പ്രവാചകനിൽ നിന്നുള്ള മാതൃകയില്ലാത്ത ഒരു കർമ്മം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റസൂലിനോട് നാം കാണിക്കുന്ന നസീഹത്തിന് ഭംഗം വരും. പ്രവാചകൻ കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക, നിരോധിച്ചത് ഒഴിവാക്കുക. പ്രവാചകന്റെ കൽപ്പനകളും നിരോധങ്ങളുമെല്ലാം കുറ്റമറ്റതാണെന്ന് വിശ്വസിക്കുക. അതിൽ പാകപ്പിഴവ് ഇന്നത്തെ കാലത്തിന് യോജിക്കൂല. അതല്ലെങ്കിൽ അത് 1400 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, കാലം പുരോഗമിച്ചു, അപ്പൊ അതൊക്കെ ഭേദഗതി വരുത്തണം എന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ല, അങ്ങനെ പ്രവർത്തിക്കാനും നിർവാഹമില്ല. ഇനി നാലാമത്തത് വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിംകളുടെ ഭരണാധികാരികൾക്കുള്ള നസീഹത്ത്. അതെന്താ നസീഹത്ത്? മുസ്ലിം ഭരണാധികാരികളോടുള്ള നസീഹത്ത് അവർക്ക് നന്മ കൊണ്ട് പ്രാർത്ഥിക്കുക, ഖൈറ് കൊണ്ട് പ്രാർത്ഥിക്കുക, അവരെ നേർവഴിക്ക് നടത്താൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നന്മയിൽ അവർക്ക് വഴിപ്പെടുക, നന്മയിൽ അവരോട് സഹകരിക്കുക. തിന്മ അവർ ചെയ്യുന്ന തിന്മയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ആ തിന്മയെ പിന്തുടരാൻ പാടില്ല. എന്ന് വിചാരിച്ച് അവരെ പരസ്യമായി അവർക്കെതിരിൽ ഇറങ്ങി പുറപ്പെടുക, പ്രക്ഷോഭം സംഘടിപ്പിക്കുക, ക്രമസമാധാനം അലങ്കോലപ്പെടുന്ന വിധം എന്ത് ചെയ്യുക, പ്രക്ഷോഭങ്ങളൊക്കെ നയിക്കുക, പ്രതിഷേധ ജാഥ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ. അതൊന്നും ചെയ്യാൻ പാടില്ല. അതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. അവരെ നേരെ ചെന്ന് ഉപദേശിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അതിന് അർഹതയുള്ള ആളുകൾ, അങ്ങനത്തെ പണ്ഡിതന്മാരാണെങ്കിൽ അവർ ചെന്ന് അവരോട് രഹസ്യമായിട്ട് പറയണം. അവരെ പരസ്യമായി ആക്ഷേപിക്കാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളാണ് ഭരണാധികാരികളോടുള്ള നസീഹത്ത്. അവസാനമായി വലി ആമ്മത്തിഹിം, മുസ്ലിങ്ങളിലുള്ള പൊതുജനങ്ങളോടുള്ള നസീഹത്ത്. ഇതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്യേണ്ട നസീഹത്ത്, അതാണല്ലോ നമ്മുടെ വിഷയം. ഒരു മുസ്ലിം സഹോദരൻ ഉപദേശം തേടിയാൽ അവന് ഉപദേശം നൽകുക എന്നാണ് ഹദീസിൽ നാം പറഞ്ഞത്. വൈദസ്തൻസഹക ഫൻസഹിലഹു. എന്നാൽ മേലുദ്ധരിച്ച ഹദീസിന്റെ പശ്ചാത്തലത്തിൽ
ഉപദേശം തേടിയാലും ഇല്ലെങ്കിലും തന്റെ സഹോദരന് സതുപദേശം നൽകൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. എന്താണ് മുസ്ലിം സഹോദരനോടുള്ള നസീഹത്ത്? അവനെ ദീനിലും ദുനിയാവിലും സഹായിക്കുക, തൗഹീദിലേക്ക് ക്ഷണിക്കുക. അവൻ ശിർക്കിലേക്ക് തെന്നിമാറുന്നുണ്ടെങ്കിൽ അവനെ തൗഹീദിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇമാം നവവി റഹിമഹുല്ല തന്റെ ശർഹ് മുസ്ലിമിൽ പറയുന്നത് ഇങ്ങനെയാണ്: വഅമ്മാ നസീഹത്തുൽ മുസ്ലിമീൻ വഹുവ മൻ അദാ ഉലാത്തുൽ ഉമൂർ, ഉലാത്തുൽ അംർ അല്ലെങ്കിൽ ഉലാത്തുൽ ഉമൂർ. മുസ്ലിങ്ങളോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ പൊതു മുസ്ലിങ്ങളോടുള്ള നസീഹത്ത് അത് ഭരണാധികാരികൾ ഒഴികെയുള്ളവരോടുള്ള നസീഹത്താണ്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. ഞാൻ ആ അറബിക് ടെക്സ്റ്റ് വായിക്കുന്നില്ല, അതിന്റെ ആശയം മാത്രം പറയാണ്. മുസ്ലിങ്ങളോടുള്ള നസീഹത്ത് അവരുടെ ഇഹപര നന്മക്കായി മാർഗദർശനം നൽകുക, അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദൂരീകരിക്കുക, അതിനായി ശ്രമം നടത്തുക, അവരുടെ രഹസ്യങ്ങളും പോരായ്മകളും മറച്ചു വെക്കുക. മുസ്ലിങ്ങൾക്ക് ചില പോരായ്മകൾ ഉണ്ടാവും, പാപമല്ലാത്തത് തന്നെ. ചില ആളുകൾക്ക് ചില വൈകല്യങ്ങൾ, ചില ദൗർബല്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പരസ്യമായി റൂട്ടിലൊക്കെ വെച്ചിട്ട് പറയാം. അവനോട് വിളിച്ച് സ്വകാര്യം നല്ല സൗമ്യമായി കൊണ്ടുപോയിട്ട് അവനോട് നല്ല നിലയിൽ പറയാം എന്നതിലുപരി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പരസ്യമായി അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വിധം സംസാരിക്കുക. അങ്ങനെ ചെയ്യാതിരിക്കുക, അതാണ് നസീഹത്ത്. അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. നമ്മെക്കൊണ്ട് കഴിയുന്ന ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒക്കെ ആണെങ്കിൽ ചെയ്തു കൊടുക്കുക. അവരിലെ പ്രായം കുറഞ്ഞവരോട് കരുണ കാണിക്കുക. ചെറുപ്പക്കാരാണെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും അപാകതയൊക്കെ വന്നാൽ അതിനെ നമ്മൾ നമ്മുടെ പ്രായത്തിന്റെ അത് വെച്ചിട്ട് അവരെ ലാരതി അല്ലാതെ അവരോട് ക്ഷമിക്കുക, കുട്ടികളല്ലേ എന്നുള്ള നിലയിൽ. എന്നിട്ട് നല്ല കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധിപ്പിക്കുക. ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, അങ്ങനെ ഉച്ചത്തിലൊന്നും പ്രായം കൂടിയവരോട് സംസാരിക്കരുത്, നിങ്ങൾ നല്ല കുട്ടികളാവണം എന്നൊക്കെ പറയാം. എന്നല്ലാണ്ട് അവരെ 4 തെറി വിളിച്ചു പറഞ്ഞാൽ അവരതിനേക്കാൾ മോശക്കാരായി മാറും. അതാണ്. അതേ പ്രകാരം പ്രായമുള്ളവരെ ബഹുമാനിക്കുക. ഇന്ന് ഏറ്റവും നമ്മൾ പിന്നിലേക്ക് പോയൊരു കാര്യമാണ് പ്രായമുള്ളവരെ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോൾ ഇതിലൊക്കെ ഒരു 60 അതിൽ കൂടുതലൊക്കെ പ്രായമൊക്കെയുള്ള ആളുകൾക്ക് അറിയാം. അവരൊക്കെ ചെറുപ്പകാലത്ത് സ്വന്തം മാതാപിതാക്കളുടെ സമപ്രായക്കാരായ ആളുകളാണെങ്കിൽ അവരോട് ഒക്കെ സംസാരിക്കുമ്പോൾ ഉച്ചത്തിലൊന്നും സംസാരിക്കൂല. അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിന് തിരിച്ച് മറുപടി പറയില്ല, അല്ലെങ്കിൽ തർക്കുത്തരം പറയില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് അതൊക്കെ വിട്ടു മാറിയിട്ടുണ്ട്. മതപരമായി പഠിച്ചവർ വരെ ആ അദബുകളൊന്നും പാലിക്കാതെ വന്നിട്ടുണ്ട്. അതൊക്കെ മുസ്ലിങ്ങളോടുള്ള നസീഹത്തിന് എതിരാണ്. അങ്ങനെ പെരുമാറാൻ പാടില്ല. പ്രായം ചെന്ന ആളുകളുണ്ടാവും, യാത്രയിലുണ്ടാവും, ബസ്സിലുണ്ടാവും, മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. അതേപ്രകാരം അവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് അരോചകമായ എന്തെങ്കിലും ഉണ്ടായാൽ അത് നമ്മൾ ക്ഷമിക്കുക. നമ്മുടെ പിതാവാണ് എന്നൊക്കെയുള്ള അതല്ലെങ്കിൽ നമ്മുടെ പിതാവിന്റെ ജ്യേഷ്ഠനാണ്, അതല്ലെങ്കിൽ നമ്മുടെ മൂത്ത സഹോദരനാണ് എന്നൊക്കെയുള്ള ബേസിൽ നമ്മൾ അവരോട് ക്ഷമിക്കണം. അതാണ് വേണ്ടത്. പിന്നെ മുസ്ലിങ്ങൾ പരസ്പരം വഞ്ചിക്കാതിരിക്കാം. അതേ പ്രകാരം അവർക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നമുക്കറിയുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാനുള്ള മാർഗം അത് ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവുക. നമുക്കൊരു സ്ഥലം വരെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ 1 മണിക്കൂർ വല്ല ക്ലാസ്സൊക്കെ നല്ല ക്ലാസ് ഉണ്ടെങ്കിൽ അത് കേട്ടാൽ അവർ നന്നായി പോകും. അതും നമ്മുടെ ചുമതലയാണ്. എന്താണ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. സ്വന്തം
തനിക്ക് താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ നിന്ന് ആരും സത്യവിശ്വാസിയാവുകയില്ല. അപ്പൊ ഞാൻ നന്നാവണം എന്ന് ഉദ്ദേശിച്ചാൽ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ സഹോദരനും നന്നാവണം, എന്റെ അടുത്തുള്ളവനോ കുടുംബത്തിൽപ്പെട്ടവരായാലും അല്ലാത്തവരായാലും മുസ്ലിങ്ങളായ സഹോദരന്മാരൊക്കെ അവരൊക്കെ നന്നാവണം, അവരൊന്നും കഷ്ടപ്പെടാൻ പാടില്ല എന്ന് ആവണം നമ്മുടെ നിയ്യത്തും നമ്മുടെ മനോനിലയും. എങ്കിൽ മാത്രമേ നമ്മുടെ ഇബാദത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് മുസ്ലിങ്ങൾ മുസ്ലിമിനോടുള്ള വലിയ ആമ്മത്തിയും മുസ്ലിങ്ങളുടെ പൊതുജനങ്ങളോടുള്ള നസീഹത്ത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആരെ നമ്മൾ ഉപദേശിക്കുകയാണെങ്കിലും സൗമ്യമായിട്ടും സ്നേഹത്തോടു കൂടിയും വേണം ഉപദേശിക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യരുത്. പരിഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും ഉപദേശിച്ചാൽ ആ ഉപദേശം ആരും ഉൾക്കൊള്ളുകയില്ല. സ്വന്തം മക്കളെയാണെങ്കിലും ശരി, നല്ല നിലയിലാണ് ഉപദേശിക്കേണ്ടത്. നമ്മളൊക്കെ ഒരു പക്ഷേ അതിൽ പരാജയപ്പെടും, കാരണം നമ്മളൊക്കെ ദുർബലരാണല്ലോ. എങ്ങനെയൊക്കെ ഉപദേശിച്ചാലും സൽസ്വഭാവികളായ ആളുകൾക്ക് മാത്രമേ ഉപദേശം ഫലപ്പെടുള്ളൂ, ദുസ്വഭാവികൾക്ക് ഉപദേശം ഫലപ്പെടൂല. നമ്മളെങ്ങനെ ഉപദേശിച്ചാലും ഇവനെന്തേലും മുതലെടുപ്പ് ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുള്ളൂ, നമ്മൾ എത്ര ഇഖ്ലാസോട് കൂടി പറഞ്ഞാലും. എന്ന് വിചാരിച്ച് നമ്മളത് ഒഴിവാക്കാൻ പറ്റുമോ? അവൻ പറഞ്ഞാൽ കേൾക്കൂല, ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കൂല. അത് നമ്മൾ ആ ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം. മിനിയങ്ങൾക്കത് ഫലം ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും ഉപദേശിക്കണം, പക്ഷെ അതിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദ പാലിക്കണം. എല്ലാവർക്കും ഒരേ പ്രകാരം ആവൂല. വലിയ ആളുകൾ ഉപദേശിക്കുന്നതും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ ഉപദേശിക്കുന്നതും ഒരേ മാതിരി പറ്റൂല. തെങ്ങിനും കവുങ്ങിനും ഒരു തളപ്പ് പറ്റൂലല്ലോ. തെങ്ങമ്മ കയറി പരിചയമുള്ള വല്ല ഉള്ളവരെന്ന് അറിയാം, ഒരു തളപ്പ് അതിന് പറ്റൂല. അതിന് വ്യത്യസ്ത തളപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാറില്ല. ആ വട്ട് നമ്മൾ പണ്ട് ഇപ്പോൾ ഒക്കെ അതിനുള്ള ഉപകരണങ്ങളൊക്കെ വന്ന് അതിന് തളപ്പ് എന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പറയാം. അപ്പൊ കവുങ്ങിന് വേറെ, കവുങ്ങ് പറഞ്ഞാൽ അടക്കം ഉണ്ടാവുന്നത്, തൃശ്ശൂർക്കാരാണെങ്കിൽ അടക്കാമരം എന്നാ പറയാം. കമുക് എന്നൊക്കെ പറയും. അപ്പൊ ഇതിന് രണ്ടിനും വെവ്വേറെ തളപ്പ് തന്നെ വേണം. അതേ പ്രകാരം വലിയവരെയും ചെറിയവരെയും ഉപദേശിക്കുന്ന ആ ശൈലി ഒരേ രൂപത്തിലാവരുത്. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാണെങ്കിൽ അവരോട് ഒരു പക്ഷേ ഇങ്ങടുവാടോ എന്നൊക്കെ വിളിച്ചിട്ട് അവരോട് പറയാം, നീ എന്താ ചെയ്തതെന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം, വലിയ ഡോസ് കൂടാതെ. ഡോസ് കൂടിയാലും ഒക്കെ ബുദ്ധിമുട്ടാണ്. പ്രായം ചെന്നവരോട് അങ്ങനെയല്ല, അവരോട് വിവരങ്ങളൊക്കെ ചോദിച്ച് എന്തൊക്കെയാണ്, സുഖമല്ലേ, അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്, പിന്നെ നമ്മുടെ പ്രായമുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിവരങ്ങളൊക്കെ ചോദിച്ച് എന്നിട്ട് അവരോട് പറയാം നല്ല നിലയിൽ. നല്ല ബുദ്ധിപൂർവം ആണ് അവരോടൊക്കെ പെരുമാറേണ്ടത്. പക്ഷേ ഇനിങ്ങനെയൊക്കെ പെരുമാറിയാലും ദുസ്വഭാവികളാണെങ്കിൽ അവർക്ക് അത് ഫലപ്പെടൂല. ലന്നുസ്ഫു യൻഫഉ ശിൻദിറൻ ലിശഖവതിഹി ബൽ കാന യഖ്റുജു അൻ യുദീദ ബിൽ ഹിബരി യുമസ്സിഖുൽ ഖിർദു വഖറൻ ലിസ്സുഫാരിയതി ഇദാ ലഹു നസഹത് ഫി വാബിലിൽ മതരി എന്നാണ് ഒരാൾ പറഞ്ഞത്. ദുസ്വഭാവികൾക്ക് ഉപദേശം ഫലപ്പെടൂല. മാത്രമല്ല അവൻ ഉപദേഷ്ടാവിനെ ഉപദ്രവിക്കാൻ വരെ ശ്രമിക്കും. ഏതുപോലെ? യുമസ്സിഖുൽ ഖിർദു വഖറൻ ലിസ്സുഫാരിയതി, കുരങ്ങ് എന്ത് ചെയ്യുന്നറിയ, കൂരിപ്പക്ഷി ആരുടെ ഒരു പക്ഷിയുണ്ട് ചെറുത്, പനയുടെ മുകളിലൊക്കെ നീണ്ട കൂട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ എന്താ അതിന് പേര് പറയാൻ എനിക്കറിയില്ല. അതിന്റെ കൂട് ചെന്നിട്ട് കുരങ്ങ് എന്ത് ചെയ്തും പിച്ചി ചീന്തിയിട്ട് കേടി വരുത്തിക്കളയും. എന്താ കാരണം? ഈ കൂരിപ്പക്ഷി പറയും, നല്ല പേമാരി വർഷിക്കുമ്പോൾ നിനക്കൊരു വീടുണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കും കുരങ്ങനോട്. നല്ല കാര്യമാണ്, നല്ല ഉപദേശമാണ്. അപ്പൊ കുരങ്ങ് എന്താണ്, ആ ഉപദേശം കേൾക്കല്ലേ, നേരെ പോയിട്ട് ആ പനയുടെ മുകളിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന ആ കൂട്, അതിന്റെ ആ കൂട് നീണ്ട കൂടായിരിക്കും, അത് എത്രയോ പണിപ്പെട്ടുണ്ടാക്കിയതായിരിക്കും, അത് അങ്ങോട്ട് പിച്ചി ചീന്തു. ഇതാണ് ചെയ്യുക. ഈ അവസ്ഥയാണ് ചില ആളുകളെ ഉപദേശിച്ചാൽ എന്ന് വിചാരിച്ച് നമ്മൾ ഉപദേശിക്കാതിരിക്കാൻ പറ്റൂല. പക്ഷെ അതൊക്കെ ആളും തരമൊക്കെ നോക്കിയിട്ട് നമ്മൾ വേണം, നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കണം. ഇതാണ്
വൈദസ്തൻസഹക ഫൻസഹ്ലഹു എന്നതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അവൻ ഉപദേശം തേടിയാൽ അവന് നീ ഉപദേശം നൽകുക. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഉപദേശം തേടിയില്ലെങ്കിൽ ഉപദേശിക്കണ്ടേ എന്നുള്ള ഒരു ധ്വനി അതിൽ നിന്ന് വരൂലേ എന്ന് ചോദിക്കും. പക്ഷേ അതില്ല. മറ്റ് ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവൻ ഉപദേശം തേടിയാലും ഇല്ലെങ്കിലും മുസ്ലിമായ സഹോദരന് ഉപദേശം നൽകൽ, നമുക്ക് അവൻ വഴിതെറ്റിപ്പോടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അവനൊരു അനർത്ഥം വരുന്നുണ്ടെങ്കിൽ, ഇപ്പോ വയനാട്ടിലുണ്ടായ ദുരന്തം, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും എല്ലാവരും പലരും അതിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? എല്ലാവരും അവനെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടല്ല വേണ്ടത്. അങ്ങനെ തോന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കവാരിസുകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അപ്പോ എന്ത് ചെയ്യണം? ഒരു ബുദ്ധിമുട്ട് അവന് വരാൻ പോകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളവിടെ വെള്ളം കയറിപ്പോ 2-3 ദിവസം മുമ്പ് വെള്ളം ഇറങ്ങും ചെയ്തു. അപ്പൊ ഞാനൊക്കെ രാത്രി വരെ ടോർച്ചടിച്ചിട്ട് പോയിട്ട് വെള്ളം എവിടെ എത്തിയത്. രാത്രി കിടന്നുറങ്ങാൻ സമയത്ത് വെള്ളം ഇങ്ങനെ അടിച്ചു കയറുക. അപ്പോ രാത്രി ചെന്ന് നോക്കി എവിടെ എത്തും എന്നുള്ളത്. അപ്പൊ തൊട്ടടുത്തുള്ളവരൊക്കെ കിടന്നുറങ്ങുകയാണെങ്കിൽ അവരോട് പറയണമല്ലോ. നമ്മളുടെ അടുത്തേക്ക് പിന്നെയും ഒരു 100-150 മീറ്റർ ഇങ്ങോട്ട് വരണം. പക്ഷേ ആ സമയത്ത് വെള്ളം ഇറങ്ങാൻ തുടങ്ങി. പിറ്റേ ദിവസം ആയപ്പോഴത്തേനൊരു 10 മണിയായപ്പോൾ ഫുള്ള് ഇറങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവനൊരു അനർത്ഥം വരുമ്പോ ആ കാര്യം അവന്റെ ശ്രദ്ധയിൽപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലേ നമ്മൾ ശരിയായ മുഅ്മിനീങ്ങളാവുള്ളൂ. അതല്ലാതെ നമ്മൾ ക്ലാസ്സിനൊക്കെ പോവുക, നമ്മൾ പഠിക്കുക, എന്നിട്ട് നമ്മൾ ഇബാദത്തൊക്കെ ചെയ്യുക, സുന്നത്ത് നോമ്പൊക്കെ അനുഷ്ഠിക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ ഒരു മുത്തക്കയായിട്ട് നടക്കുക, ഓ നല്ല തഖ്വയുള്ള ആളാണ് എന്ന് ആളുകളൊക്കെ ഇങ്ങനെ പറയാ, അവൻ വേറൊന്നും ചെയ്യൂല. അതുകൊണ്ട് കാര്യമില്ല. ജനങ്ങളുടെ ഇടയിൽ തന്നെ നമ്മൾ എന്ത് വേണം? അവിടെ അവരുടെ ഇടയിലുള്ള മുങ്കറാത്തുകളിൽ നമ്മൾ ഒഴിഞ്ഞു നിന്നുകൊണ്ട് അവരെ ഉപദേശിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ജഅലനല്ലാഹു മിനല്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന അഹ്സന. അഖൂലു ഹാദൽ ഖൗൽ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد وأشهد أن لا إله إلا الله وحده لا شريك له إرغاما لمن جحد به وكفر وأشهد أن محمدا عبده ورسوله أرسله على فترة من الرسل وضلال من الناس ودنو من الساعة وقرب من الأجل صلى الله عليه وعلى آله وصحبه ما اتصلت عين بنظر وأذن بخبر وسلم تسليما كثيرا. أيها الإخوة والأخوات اتقوا الله حق تقواه وراقبوه مراقبة من يعلم أنه يسمع ويرى. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുസ്ലിംകൾ ഏകോദര സഹോദരങ്ങളാണ്. അവന്റെ സുഖത്തിലും ദുഃഖത്തിലും നാം അവരോട് നസീഹത്തുള്ളവരായിരിക്കണം. സൂറത്തുൽ ഹുജുറാത്തിലെ 10-ാം വചനം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ്. ഇഖ്വത്ത് എന്നാണ് പറഞ്ഞത്. ഇഖ്വത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മാക്കോ വാപ്പാക്കോ ജനിച്ച ആളുകൾക്കാണ് ഇഖ്വത്ത് എന്ന് പറയാം. അപ്പോ നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പ് മാതിരിയാണ് മുഅ്മിനീങ്ങൾ. ആയതുകൊണ്ട് അവർക്കിടയിൽ, സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹ് ഉണ്ടാക്കണം. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ രഞ്ജിപ്പൊക്കെ ഉണ്ടാക്കുക. അവരൊക്കെ തെറ്റി നിൽക്കുന്നവരാണെങ്കിൽ അവരെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യും. അപ്പൊ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചുള്ള അവർ പരസ്പരമുള്ള കടമകളാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്.
അതിൽ മൂന്നാമത്തെ കടമയാണ് നമ്മൾ പറഞ്ഞത് വൈദസ്തൻസഹക ഫൻസഹിലുഹു. അതിനെ സംബന്ധിച്ചാണ് നാം വിവരിച്ചത്. അപ്പം അത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം, അത് നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകോദര സഹോദരന്മാരായി ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك أعداء الدين. اللهم شتت شملهم وفرق جمعهم وأقلل عددهم وزلزل أقدامهم واجعل الخلاف بينهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ادفع عنا الوباء والغلاء والفحشاء والمنكر والجدب والقحط والسيوف المختلفة والشدائد والمحن ما ظهر منها وما بطن من بلدنا هذا خاصة ومن بلدان جميع المسلمين عامة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا إنك أنت الغفور الرحيم. اذكروا الله العليم يذكركم واشكروه على نعمه يزدكم وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون.